മേശവിളക്കിലേക്ക് സ്വാഗതം. ഈ ആഴ്ച അശോകൻ ചെരുവിലിൻ്റെ കാട്ടൂർ കടവ് എന്ന നോവലാണ് നമ്മൾ പരിചയപ്പെടുന്നത്. അശോകൻ ചെരുവിൽ മലയാളികളുടെ പ്രിയപ്പെട്ട കഥാകാരൻ. നിരവധി നോവലുകളിലൂടെയും കഥകളിലൂടെയും നമുക്ക് പ്രിയപ്പെട്ട ഒരു കഥാകാരനായി അശോകൻ ചെരുവിൽ മാറിക്കഴിഞ്ഞിട്ടുണ്ട്. അദ്ദേഹത്തിൻ്റെ എഴുത്തുകളിലൊക്കെ തന്നെ അദ്ദേഹത്തിൻ്റെ നാടും നാട്ടുകാരും കടന്നു വരാറുണ്ട്. എന്നാൽ ഇന്ന് നമ്മൾ ചർച്ച ചെയ്യുന്ന കാട്ടൂർ കടവ് എന്ന നോവൽ അത് അദ്ദേഹത്തിൻ്റെ നാടിനെ കുറിച്ച് തന്നെയാണ്. ശീർഷകം തന്നെ കാട്ടൂർ കടവ് എന്ന് നൽകിക്കൊണ്ട് ഒരു ദേശത്തിൻ്റെ കഥ അശോകൻ ചെരുവിൽ പറയുകയാണ്. വയലാർ അവാർഡ് വാങ്ങിയ ഈ കൃതിയെക്കുറിച്ച് ധാരാളം ആസ്വാദനങ്ങൾ, നിരൂപണങ്ങൾ പുറത്തു വന്നു കഴിഞ്ഞിട്ടുണ്ട്. ഈ പുസ്തകത്തിൻ്റെ അവതാരിക എഴുതിയിരിക്കുന്ന വി വിജയകുമാർ വളരെ കാര്യമായി, വളരെ ഗൗരവത്തോടു കൂടി ഈ നോവലിനെ പഠിച്ച് അവതാരിക എഴുതിയിരിക്കുകയാണ്. ഇതിലൊക്കെ തന്നെ പലരും ചൂണ്ടിക്കാണിക്കുന്നത് ഇതൊരു ചരിത്ര നോവൽ ആണ് എന്ന രീതിയിലാണ്. പക്ഷെ അത് പൂർണ്ണമായി ശരിയാകണം എന്നില്ല. കാരണം ഒരു ചരിത്ര നോവൽ നമുക്കറിയാം, ഭൂതകാലത്തിൽ നടന്ന ഒരു പ്രത്യേക കാലഘട്ടത്തിൽ നടന്ന സംഭവങ്ങളെയും അല്ലെങ്കിൽ ചില വ്യക്തികളെയും സമകാലിക വായനക്കാർക്ക് പ്രിയപ്പെട്ടവരാകുന്ന തരത്തിൽ അല്ലെങ്കിൽ അവർക്ക് ഇഷ്ടം തോന്നുന്ന തരത്തിൽ അവതരിപ്പിക്കുമ്പോഴാണ് അതൊരു ചരിത്ര നോവലാവുക. പക്ഷെ ഇത് അങ്ങനെ പറയാൻ കഴിയില്ല. ഇതിൽ ചരിത്രമുണ്ട്. ഇതൊരു രാഷ്ട്രീയ നോവലാണ് എന്ന് ചിലരൊക്കെ പറയുന്നുണ്ട്. അങ്ങനെയും പൂർണ്ണമായ അർത്ഥത്തിൽ പറയാൻ കഴിയുമോ എന്ന് സംശയമാണ്. അത് അശോകൻ ചെരുവിലിൻ്റെ രചനാ വൈഭവമാണ് ഒരുപക്ഷെ ഈ ആശയക്കുഴപ്പമുണ്ടാക്കുന്നത്. ഒരു ഉത്തരാധുനിക എഴുത്ത് രീതി ചെറിയ രീതിയിലെങ്കിലും ഇതിൽ സ്വീകരിച്ചിട്ടുണ്ട് അശോകൻ ചെരുവിൽ എന്ന് വേണം കരുതാൻ. ഈ പുസ്തകം തുടങ്ങുന്നത് 2018 ഓഗസ്റ്റ് 18-നാണ്. അതായത് ആ ദിവസം നമുക്കറിയാം, ആധുനിക കേരളം കണ്ട ഏറ്റവും വലിയ പ്രളയം സംഭവിച്ച ദിവസം. അപ്പോൾ ഇത് സമകാലിക സംഭവങ്ങളും ചരിത്ര സംഭവങ്ങളും കോർത്തിണക്കിക്കൊണ്ടുള്ള ഒരു സാമൂഹ്യ നോവലാണ് എന്ന് വേണമെങ്കിൽ പറയാം. കാരണം ഇതിൽ ധാരാളം സാമൂഹ്യ പ്രശ്നങ്ങൾ, രാഷ്ട്രീയ പ്രശ്നങ്ങൾ, രാഷ്ട്രീയ സംഭവ വികാസങ്ങൾ എല്ലാം ഈ കഥയിൽ, ഈ നോവലിൽ കടന്നു വരുന്നുണ്ട്. ഇതിൽ തന്നെ 2 പ്രധാന കഥാപാത്രങ്ങളാണുള്ളത്. ഒന്ന് കെ എന്ന പേരിൽ എഴുതുന്ന ഒരു സാഹിത്യകാരൻ. അത് അശോകൻ ചെരുവിലിൻ്റെ തന്നെ ആത്മാംശമുള്ള വ്യക്തിത്വമാണ്, ആത്മാംശമുള്ള കഥാപാത്രമാണ് എന്ന് ഒറ്റ നോട്ടത്തിൽ തന്നെ ഏതു വായനക്കാരനും പറയും. മറ്റൊരു പ്രധാനപ്പെട്ട കഥാപാത്രം ദിമിത്രിയാണ്. നമുക്കറിയാം, ബൾഗേറിയൻ കമ്മ്യൂണിസ്റ്റ് പാർട്ടി നേതാവായ ജോർജി ദിമിത്രിയുടെ പേരിലുള്ള ഒരു കഥാപാത്രം. ദിമിത്രിയും ഒരുപക്ഷെ ദിമിത്രിയുടെ അമ്മ PK മീനാക്ഷിയും എന്ന കമ്മ്യൂണിസ്റ്റ് നേതാവും ആണ് ഈ കഥയെ മുന്നോട്ട് കൊണ്ടുപോകുന്നത്. ഇത് ആദിമധ്യാന്തമുള്ള ഒരു പഴയകാല രചനാ ഘടനയിലുള്ള ഒരു നോവലല്ല. ഇതിൽ തുടങ്ങുന്നത് 2018-ലായിരിക്കുകയും കെ എന്ന എഴുത്തുകാരൻ ജർമ്മനിയിൽ മകൻ്റെ അടുത്ത് പോയ സമയത്ത് ടെലിവിഷനിലൂടെ കേരളത്തിലെ വെള്ളപ്പൊക്കത്തെ കാണുന്നതും അത് മനസ്സിലാക്കുന്നതും അവിടെ നിന്നാണ് ഈ കഥ തുടങ്ങുന്നത്. എന്ന് മാത്രമല്ല, അശോകൻ ചെരുവിൽ യഥാർത്ഥ ജീവിതത്തിൽ ചെയ്യുന്നത് പോലെ തന്നെ നിരന്തരം സാമൂഹ്യ മാധ്യമങ്ങളിലൂടെ രാഷ്ട്രീയമായ ഇടപെടലുകൾ നടത്തുന്ന ഒരു കഥാപാത്രം കൂടിയാണ് കെ.
അങ്ങനെ ജർമ്മനിയിലായാലും പ്രാഗിലായാലും കേരളത്തിലായാലും ഒക്കെ നിരന്തരം രാഷ്ട്രീയമായ ഇടപെടലുകൾ നടത്തുന്ന സാഹിത്യകാരൻ എന്നൊരു പേര് കേക്കുണ്ട്. എന്ന് മാത്രമല്ല, ഒരു പ്രത്യേക രാഷ്ട്രീയ പാർട്ടിയുടെ, ഒരു ഇടതുപക്ഷ പാർട്ടിയുടെ, ഒരു കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ഏറ്റവും ശക്തനായ വക്താവും പ്രയോക്താവും പ്രചാരകനുമാണ് കെ. അശോകൻ ചെരുവിൽ പുരോഗമന കലാ സാഹിത്യ സംഘത്തിൻ്റെയും CPMൻ്റെയും ഒക്കെ നേതാവും അത്തരം സംഘടനകളിൽ വളരെ സജീവമായി പ്രവർത്തിക്കുന്ന ഒരു വ്യക്തി കൂടിയാണ്. അതുകൊണ്ടാണ് കെ എന്ന കഥാപാത്രത്തെ അശോകൻ ചെരുവിലിൻ്റെ ആത്മകഥാംശമുള്ള കഥാപാത്രമായി എല്ലാവരും കണക്കാക്കുന്നത്. ദിമിത്രി കണ്ടൻകുട്ടി ആശാൻ എന്ന ആദ്യകാല കമ്മ്യൂണിസ്റ്റുകാരൻ്റെ മകൾ PK മീനാക്ഷിയുടെ മകനാണ്. കണ്ടൻകുട്ടി ആശാന്റെ ആഗ്രഹമാണ് കൊച്ചുമകന് ദിമിത്രിയുടെ പേരിടണം എന്നുള്ളത്. ജോർജി ദിമിത്രി എന്ന് തന്നെ അദ്ദേഹം കൊച്ചുമകന് പേരിടുന്നു. PK മീനാക്ഷി ഇതിലെ ഒരു വളരെ ശക്തമായൊരു കഥാപാത്രമാണ്. തൃശ്ശൂർ ജില്ലയിലെ പല സമരങ്ങളിലും പങ്കെടുത്ത ഒരു ദളിത് നേതാവായ PC കുറുമ്പയെ നമ്മളിത് ഓർമ്മിപ്പിക്കും മീനാക്ഷിയെ. പക്ഷേ ഇതിൽ ഒരു ഭാഗത്ത് പറയുന്നുണ്ട് കുറുമ്പ ചേച്ചി മരിച്ചപ്പോൾ മീനാക്ഷി അവിടെ പോയി എന്ന്. അതിൻ്റെ അർത്ഥം കുറുമ്പയല്ല, പക്ഷേ PC കുറുമ്പയ്ക്കൊപ്പം പ്രവർത്തിച്ച ഒരു കമ്മ്യൂണിസ്റ്റ് നേതാവാണ് PK മീനാക്ഷി. വളരെ ശക്തമായ നിലപാടുകളുള്ള, ഒരു കരുത്തുറ്റ വ്യക്തിത്വമുള്ള, എന്നും തല ഉയർത്തിപ്പിടിച്ച് നിൽക്കുന്ന ഒരു കമ്മ്യൂണിസ്റ്റുകാരിയാണ് ഇതിലെ PK മീനാക്ഷി. മീനാക്ഷിയുടെ മകനാണ് ദിമിത്രി. ഈ നോവലിൽ കെ എന്ന കഥാപാത്രം, കെ എന്ന സാഹിത്യകാരൻ ഒരുപക്ഷെ എല്ലാ നന്മകളുടെയും ഒക്കെ ഭാഗത്ത് നിൽക്കുന്ന, നിരന്തരം രാഷ്ട്രീയ ഇടപെടലുകൾ നടത്തുന്ന, എഴുത്തുകാരനായ എല്ലാവരാലും അംഗീകരിക്കുന്ന, എല്ലാവരും ആദരിക്കുന്ന, ഒപ്പം തന്നെ സർക്കാർ ജോലിയുള്ള ഒരു വ്യക്തിയാണ്. റെക്കോർഡ്സ് ഡിപ്പാർട്ട്മെൻറ്റിലാണ് ദിമിത്രിയും കെയും ജോലി ചെയ്യുന്നത്. കെയുടെ വ്യക്തിത്വത്തിൻ്റെ എതിർഭാഗത്താണ് ദിമിത്രി നിൽക്കുന്നത്. കെ എന്ത് ഫേസ്ബുക്കിൽ എഴുതിയാലും ദിമിത്രി അതിൻ്റെ താഴെ വന്ന് കെയെ വല്ലാതെ അധിക്ഷേപിച്ചുകൊണ്ട് ഡി കാട്ടൂർ കടവ് എന്ന വ്യാജ പ്രൊഫൈലിൽ നിരന്തരം കമൻറ്റുകൾ എഴുതിക്കൊണ്ടേയിരിക്കുന്ന ഒരു വ്യക്തിയാണ് ദിമിത്രി. കണ്ടൻകുട്ടി ആശാന്റെ കൊച്ചുമകനും PK മീനാക്ഷിയുടെയും ആദ്യകാല കമ്മ്യൂണിസ്റ്റുകാരനായിരുന്ന ചന്ദ്രശേഖരൻ്റെയും മകനാണ്. അവരുടെ കഥ ഇതിൽ വിശദമായി പറയുന്നുണ്ട്. PK മീനാക്ഷി വേല സമുദായത്തിൽപ്പെട്ട ഒരു സ്ത്രീയാണ്. ചന്ദ്രശേഖരൻ അവിടുത്തെ വളരെ സമ്പന്നമായ ഒരു ഈഴവ കുടുംബത്തിലെ അംഗമാണ്. വിവാഹം കഴിക്കുമ്പോൾ തന്നെ ഗർഭിണിയായിരുന്ന മീനാക്ഷി, അന്ന് പാർട്ടിയാണ് ഇവരുടെ വിവാഹം നടത്തി കൊടുക്കുന്നത്. പക്ഷേ വിവാഹം മുന്നോട്ട് പോയില്ല. ഏതാനും നാളുകൾക്കകം തന്നെ മീനാക്ഷി തിരിച്ച് സ്വന്തം വീട്ടിലേക്ക് പോകുന്നു. ദിമിത്രിയും അവിടെയാണ്, വേലക്കുടിലാണ് ആദ്യം വളരുന്നത്. പക്ഷെ ചന്ദ്രശേഖരൻ്റെ അമ്മ സമ്പന്നയാണ്, വലിയ ആഢ്യ കുടുംബമാണ്. ദിമിത്രിയെ അവരുടെ വീട്ടിലേക്ക് കൊണ്ടുപോകുന്നു. യഥാർത്ഥത്തിൽ ദിമിത്രി എന്ന കഥാപാത്രം വളരെ വ്യക്തമായി, വളരെ സൂക്ഷ്മമായി ദിമിത്രിയുടെ കഥാപാത്രത്തെ അശോകൻ ചെരുവിൽ വരച്ചു കാണിച്ചിട്ടുണ്ട്. ഒരുപക്ഷെ ബാല്യകാലത്തെ ട്രോമ, ബാല്യകാലത്ത് അവൻ അനുഭവിച്ച നിരവധിയായിട്ടുള്ള പ്രശ്നങ്ങൾ, അമ്മയുടെ വീട്ടിൽ താമസിച്ചിരുന്ന ചെറിയ കുട്ടിയെ അച്ഛൻ്റെ വീട്ടിലേക്ക് കൊണ്ടുപോകുമ്പോഴും അച്ഛനും അപ്പൂപ്പനും അവനോട് വളരെ അപമര്യാദയായി, അപമാനകരമായാണ് പെരുമാറുന്നത്. വല്യമ്മ മാത്രമാണ് അവന് തുണ.
ദിമിത്രി എന്ന പേര് തന്നെ എപ്പോഴും അവന് ഒരു പരിഹാസം ഉണ്ടാക്കാൻ ഇടയായിട്ടുണ്ട്. എവിടെ ചെല്ലുമ്പോഴും പേര് ചോദിക്കുമ്പോൾ ദിമിത്രി എന്ന് പറയുമ്പോൾ ജനം ഒരു പ്രത്യേക തരത്തിൽ അതിനെ കാണുന്നത് അവനെന്നും ഒരു പ്രശ്നമായിരുന്നു. അപ്പോൾ അങ്ങനെ മനഃശാസ്ത്രപരമായ ഒരു അവലോകനം, ഒരു വിശകലനം ആ കഥാപാത്രത്തിന് ആവശ്യമാണ്. എല്ലായിടത്തും അവനൊരു റെബൽ ആയിട്ടാണ് നിൽക്കുന്നത്. ഒടുവിൽ ഇതിൻ്റെ കഥ വലിയ ആദർശധീരരായ മുത്തശ്ശൻ്റെയും അമ്മയുടെയും കുടുംബത്തിൽ ജനിച്ച ദിമിത്രി കൈക്കൂലി വാങ്ങിയതിന് അറസ്റ്റിലാവുകയും തടവിലാവുകയും ചെയ്യുന്നു എന്നതാണ്. പക്ഷെ അതൊന്നും ദിമിത്രിയെ വല്ലാതെ അങ്ങ് ബാധിക്കുന്നില്ല. ദിമിത്രി ഒരു ഇടഞ്ഞ സ്വഭാവമാണ്. ഇടയ്ക്ക് കെ പറയുന്നുണ്ട്, എൻ്റെ തന്നെ ഒരു ഭാഗം അല്ലെങ്കിൽ എൻ്റെ തന്നെ ഒരു ഭാഗമല്ലേ ദിമിത്രി. ഇതാരാണ് എന്ന് കണ്ടുപിടിച്ചിട്ടില്ല. കെയ്ക്ക് അറിയില്ല ഇത് സ്വന്തം നാട്ടിലെ വളരെ അടുത്ത സൗഹൃദമുണ്ടായിരുന്ന കുടുംബത്തിലെ ഒരു കുട്ടി തന്നെ, ഒരു വ്യക്തി തന്നെയാണ് എന്ന്. യഥാർത്ഥത്തിൽ കെയും ദിമിത്രിയും ബാല്യകാല സുഹൃത്തുക്കളായിരുന്നു. കെയുടെ അച്ഛനും ആദ്യകാല കമ്മ്യൂണിസ്റ്റുകാരനായ രാജശേഖരനും ചന്ദ്രശേഖരനും കൂടിയാണ് കാട്ടൂർ കടവിൽ കമ്മ്യൂണിസം കൊണ്ടുവന്നത്. അപ്പോൾ ഈ നോവലിൽ ഏതാണ്ട് 100 കണക്കിന് കഥാപാത്രങ്ങൾ കടന്നു വരുന്നുണ്ട്. ജോസഫ് ഉണ്ട്, അതിൽ നക്സലുകളുണ്ട്. അപ്പോൾ അങ്ങനെ നോക്കുമ്പോൾ ഇത് കേരളത്തിൻ്റെ തന്നെ ഒരു കഥയാണെന്ന് വേണമെങ്കിൽ പറയാം. ഈ നോവൽ വായിച്ചു പോകുമ്പോൾ ഇതിലെ ഏതെങ്കിലും വ്യക്തികളുമായിട്ടോ ഏതെങ്കിലും കഥാപാത്രങ്ങളുമായിട്ടോ ഏതെങ്കിലും സംഭവങ്ങളുമായിട്ടോ ഏതെങ്കിലും തരത്തിൽ താദാത്മ്യം തോന്നാത്ത ആരും ഉണ്ടാവില്ല എന്ന് വേണമെങ്കിൽ പറയാം. കാരണം ഇവിടെ ജന്മിത്തമുണ്ടായിരുന്ന കേരളം, അവിടെ കമ്മ്യൂണിസ്റ്റ് പാർട്ടി രൂപീകരിക്കപ്പെടുന്നതും 57-ലെ സർക്കാരും അതിനുശേഷം വിമോചന സമരം, പിന്നീട് ഇത് കൂടുതലും 50-കളിലെ കഥയാണ് വളരെ വിശദമായി പറഞ്ഞു പോകുന്നത്. നക്സൽ മൂവ്മെൻറ്റ് ഇതിലൊരു വലിയ ഭാഗം അതാണ്. പ്രത്യേകിച്ചും കാട്ടൂർ കടവ് തൃശ്ശൂർ ജില്ലയിലാണ്. അതുകൊണ്ട് തന്നെ തൃശ്ശൂർ ജില്ല, തൃശ്ശൂരും ആ ഭാഗങ്ങളൊക്കെ തന്നെ ഒരു സമയത്ത് വളരെ ശക്തമായ നക്സൽ പ്രസ്ഥാനത്തിന് വേരോട്ടമുണ്ടായിരുന്ന ഒരു സ്ഥലമാണ്. ദിമിത്രിയുടെ ആദ്യ കാമുകി മുത്തുലക്ഷ്മി പിന്നീട് ഒരു നക്സലായി മാറുന്നു. രഘുത്തമൻ എന്ന ഒരു നക്സലൈറ്റിനെ തന്നെ വിവാഹം കഴിക്കുന്നു. ദിമിത്രി ജയിലിലാകുമ്പോൾ ആ സമയത്ത് മുത്തുലക്ഷ്മിയും ജയിലിലാകുന്നുണ്ട്. ഇങ്ങനെ പല സംഭവങ്ങൾ കോർത്തിണക്കിക്കൊണ്ട്, അപ്പോൾ കേരളത്തിൻ്റെ ഒരു സാമൂഹ്യ ചരിത്രത്തിലെ ഏതാണ്ട് പ്രധാനപ്പെട്ട സംഭവങ്ങളൊക്കെ തന്നെ കാട്ടൂർ കടവ് എന്ന ഒരു കൊച്ചു ഗ്രാമം, ആ ഗ്രാമത്തിലെ ജനങ്ങളിലൂടെ അവിടെ ഉണ്ടായ സംഭവങ്ങളിലൂടെ പറഞ്ഞു പോകുമ്പോൾ കേരളത്തിൻ്റെ തന്നെ ഒരു ആധുനിക കേരളത്തിൻ്റെ തന്നെ ചരിത്രം വായനക്കാരുടെ മുന്നിൽ തുറന്നു വരുന്നതായി കാണാം. ഇതിൻ്റെ ആഖ്യാന രീതി വളരെ രസകരമാണ്. നേരത്തെ പറഞ്ഞതുപോലെ ഒരു ആദിമധ്യാന്തം, ആദ്യം ഒരു കഥ തുടങ്ങി അവസാനിപ്പിക്കുന്ന ആ ഒരു ശൈലിയില്ല. അതിപ്പോൾ നോവലുകൾ ഒരർത്ഥത്തിൽ വളരെ സ്വതന്ത്രമാണ്. നോവൽ നമുക്കറിയാം ചെറുകഥയെ അപേക്ഷിച്ച് വലിയൊരു ക്യാൻവാസാണ്. വലിയ ക്യാൻവാസിൽ നിരവധിയായ ജനങ്ങളെക്കുറിച്ച്, ജനങ്ങളുടെ ജീവിതത്തെക്കുറിച്ച് ആണ് പറയുന്നത്. കഥാകാരൻ എപ്പോഴും തന്നെ, എഴുത്തുകാർ എപ്പോഴും തന്നെ സമകാലികമായ സംഭവങ്ങളോടും സമകാലികമായ പ്രശ്നങ്ങളോടും നിരന്തരം സംവദിക്കുന്നവരാണ്. ആ സംവദിക്കുന്നതിൻ്റെ ഭാഗമായിട്ടാണ് അവരുടെ ഉള്ളിൽ കഥ ഉടലെടുക്കുന്നത്. അങ്ങനെയാണ് നോവലുകൾ ഉണ്ടായി വരുന്നത്. ആ നോവലിൽ ചരിത്രവും രാഷ്ട്രീയവും ഏറ്റവും സമകാലികമായ പ്രശ്നങ്ങളും, ഇതിൽ അശോകൻ ചെരുവിൽ
ഏറ്റവും നമുക്ക് ഒരു സാമൂഹ്യ പ്രതിബദ്ധതയുള്ള, സമൂഹത്തിനോട് കലഹിക്കുന്ന, സമൂഹത്തിലെ അനീതികളോട് നിരന്തരം പോരാടുന്ന ഒരു എഴുത്തുകാരൻ എന്നുള്ള നിലയ്ക്ക് അശോകൻ ചെരുവിലിനെ ഏറ്റവും കൂടുതൽ അലട്ടുന്നത് ഒരു പക്ഷേ ജാതി വ്യവസ്ഥയാകാം. ഇന്ത്യയിലെ ജാതി വ്യവസ്ഥ, കേരളത്തിൽ ഉണ്ടായിട്ടുള്ള നിരവധി പുരോഗമന പ്രസ്ഥാനങ്ങളും ഇടപെടലുകളും പ്രക്ഷോഭങ്ങളും സമരങ്ങളും നവോത്ഥാനവുമൊക്കെ പ്രകടമായി ജാതി ഇല്ലാതാക്കുമ്പോഴും വളരെ സൂക്ഷ്മമായ അർത്ഥത്തിൽ ജാതിയുടെ അന്തർധാരകൾ നമുക്ക് കാണാൻ കഴിയും. ഇപ്പോഴും കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് ഉൾപ്പെടെ വേണ്ട രീതിയിൽ കൈകാര്യം ചെയ്യുവാനോ വേണ്ട രീതിയിൽ അഡ്രസ്സ് ചെയ്യുവാനോ കഴിയാതെ പോയ ഒരു പ്രശ്നമായി ജാതി ഇപ്പോഴും നിലനിൽക്കുന്നു എന്ന ഒരു തിരിച്ചറിവും അത്തരമൊരു വിമർശനവും അശോകൻ ചെരുവിൽ പുസ്തകത്തിലൂടെ മുന്നോട്ട് വെക്കുന്നുണ്ട്. ദിമിത്രി ഒരു സർക്കാർ ഉദ്യോഗസ്ഥനായിരിക്കുമ്പോഴും ഒരു കമ്മ്യൂണിസ്റ്റ് കുടുംബത്തിൽ ജനിച്ച വ്യക്തി ആയിരിക്കുമ്പോഴും ഒക്കെ ജീവിതത്തിൽ ഉടനീളം ജാതിയുടെ പേരിൽ അവൻ പരിഹസിക്കപ്പെട്ടിട്ടുണ്ട്. ജാതിയുടെ പേരിൽ അവൻ മാറ്റി നിർത്തപ്പെട്ടിട്ടുണ്ട്. സ്വന്തം കുടുംബത്തിലും അയൽക്കാരും ഓഫീസിലും ഒക്കെ തന്നെ അത് ആ ഒരു വ്യക്തിത്വത്തെ വല്ലാതെ മുറിവേൽപ്പിച്ചിട്ടുണ്ട്. ആ മുറിവേറ്റ ദിമിത്രിയിൽ നിന്നാണ് വളരെ വിധ്വംസകമായ, വളരെ അമർഷം നിറഞ്ഞ പ്രതികരണങ്ങൾ മുന്നോട്ട് വരുന്നത്. ഒരു സമയത്ത് ദിമിത്രി പറയുന്നുണ്ട്, കെ എന്ന സാഹിത്യകാരനെ നമുക്ക് കൊല്ലണം. അത്രയേറെ വൈരാഗ്യം ഒരു ഭാഗത്തുണ്ട്. പക്ഷെ ഇത് അശോകൻ ചെരുവിൽ എന്ന വ്യക്തിയുടെ ആ ഒരു വ്യക്തിത്വത്തിൻ്റെ രണ്ട് ഭാഗങ്ങളായും അത് കാണുന്നുണ്ട്. ഒരു ഈഗോയും ഓൾട്ടർ ഈഗോയും പോലെ. അതാണ് ഈ പുസ്തകത്തിൻ്റെ സൗന്ദര്യവും. ആ ഒരു രചന വൈഭവം അതത്ര അനായാസേന ഉണ്ടായി വരുന്ന ഒന്നല്ല. വളരെ ആഴത്തിലുള്ള ചിന്തകളും പഠനങ്ങളും വായനയും ഒപ്പം തന്നെ വളരെ മനോഹരമായ ഭാവനയും കൂടി ചേരുമ്പോൾ മാത്രമേ ഇത്തരം കഥാപാത്രങ്ങൾക്ക് രൂപം നൽകാൻ കഴിയൂ. അപ്പോൾ ഇത് ആദ്യാവസാനം കെയും ദിമിത്രിയും ഉണ്ട്. ഇതിൻ്റെ ഇടയിലെല്ലാം തന്നെ കാട്ടൂർ കടവ് എന്ന ദേശവും കനോലി കനാലും ചാത്രാപ്പ് എന്ന കായലും ഇതിൽ ഒരു ഭാഗത്ത് പറയുന്നുണ്ട്. ഇങ്ങനെ ആത്മഹത്യ ചെയ്യാനായി ഒരു നാടിനൊരു കായൽ. കാട്ടൂർ കടവിലെ പ്രായമായ മനുഷ്യർ പറയുന്നത് അങ്ങനെയാണത്രേ, വയസ്സുകാലത്ത് എന്നെ നോക്കാൻ ആരുമില്ലെങ്കിൽ എനിക്ക് ചാത്രാപ്പ് ഉണ്ടല്ലോ. ഇത് ആത്മഹത്യക്കായി ഒരു ഗ്രാമം ഒരു ജലാശയത്തെ സൂക്ഷിക്കുന്നത് പോലെയാണ്. ചെളി നിറഞ്ഞ ചാത്രാപ്പിൽ തിരോധാനം ചെയ്യപ്പെട്ടവർ നിരവധിയാണ്. കാട്ടൂർ കടവിനെ കുറിച്ച് ഇതിൽ പറയുന്നത് അങ്ങനെയാണ്. പലരും അന്തർധാനം ചെയ്യപ്പെട്ടിട്ടുണ്ട്. ഈ പുതിയ പ്രളയകാലത്തും കൽക്കട്ട മാധവൻ എന്നറിയപ്പെട്ടിരുന്ന ഒരാൾ പ്രളയത്തിന് ശേഷം കാണാതെയായിട്ടുണ്ട്. പലരും അന്തർധാനം ചെയ്ത, പലരും തിരോധാനം ചെയ്ത ഒരു ഗ്രാമം. അപ്പോൾ ഇത് അശോകൻ ചെരുവിൽ എന്നൊരു സാംസ്കാരിക പ്രവർത്തകൻ എഴുതുമ്പോൾ രാഷ്ട്രീയവും സാമൂഹ്യവുമായ വിഷയങ്ങളെ പരാമർശിക്കുമ്പോഴും ഇതിൻ്റെയൊക്കെ അടിയിലുണ്ടാകുന്ന ഒരു സാംസ്കാരികമായ ഒരു തലം കൂടി ഇതിലൂടെ ഉയർന്നു വരുന്നുണ്ട്. ആ കാലഘട്ടത്തിലെ മനുഷ്യരുടെ ജീവിതം, അന്നത്തെ പലതരത്തിലുള്ള ആചാര സംഭവങ്ങൾ, പലതരത്തിലുള്ള ജീവിത രീതികൾ, ഇതെല്ലാം കഴിഞ്ഞ ഒരു 40-കൾ 50-കൾ മുതൽ ഏതാണ്ട് ഈ 21-ാം നൂറ്റാണ്ട് വരെ നീണ്ടുകിടക്കുന്ന ഒരു 60-70 വർഷത്തെ കഥയാണ് കാട്ടൂർ കടവ്. ഇതിൽ ജയിലിനകത്തെ ജീവിതമായാലും ജയിലിൽ നിന്ന് ഇറങ്ങിയ ശേഷം
ഒരു സുഹൃത്തിനെ തേടി ദിമിത്രി പോകുമ്പോൾ ദിമിത്രി തമിഴ്നാട്ടിൽ ഒരു ക്രിസ്ത്യൻ ആശ്രമത്തിൽ എത്തിപ്പെടുന്നതും അവിടെയുള്ള ജീവിതം, ഉന്മാദികളെ താമസിപ്പിക്കുന്ന ഒരു വളരെ വിചിത്ര സ്വഭാവമുള്ള ഒരു പള്ളിയിലച്ചൻ. ഇവിടെയൊക്കെ തന്നെ മനുഷ്യർ അവരുടെ പരസ്പരമുള്ള ഇടപെടലുകൾ എന്നും കഥയ്ക്ക് എന്നും അസംസ്കൃത വസ്തു എന്ന് പറയുന്നത് മനുഷ്യൻ്റെ ജീവിതം തന്നെയാണ്. ചരിത്രാഖ്യായികകൾ തന്നെ നമുക്കറിയാം, 1891 സി വി രാമപിള്ള മാർത്താണ്ഡവർമ്മ എഴുതുന്നത്. ഒരുപക്ഷെ മലയാളത്തിലെ ആദ്യത്തെ ചരിത്രാഖ്യായികയായി, ചരിത്ര നോവലായി നമ്മൾ കൊട്ടിഘോഷിക്കുന്ന ആ ഗ്രന്ഥം യഥാർത്ഥത്തിലുള്ള തിരുവിതാംകൂറിലെ അന്നത്തെ രാജകുടുംബവും അന്നുണ്ടായിട്ടുള്ള യുദ്ധങ്ങളും കലഹങ്ങളും പ്രണയങ്ങളും ഒക്കെയാണ് മാർത്താണ്ഡവർമ്മയിലൂടെ നമ്മൾ മനസ്സിലാക്കുന്നത്. അതിനുശേഷം എത്രയോ ചരിത്ര നോവലുകൾ ഉണ്ടായി, എത്രയോ മിത്തുകളെ അടിസ്ഥാനമാക്കിയുള്ളവയുണ്ടായി. മഹാഭാരതത്തെ അടിസ്ഥാനമാക്കി MT എഴുതിയ 2-ാം ഊഴമായാലും, ഇനി ഞാൻ ഉറങ്ങട്ടെ, PK ബാലകൃഷ്ണൻ്റെ ഇനി ഞാൻ ഉറങ്ങട്ടെ ആയാലും ഒക്കെ തന്നെ ഇത്തരത്തിൽ പലതരത്തിലുള്ള ഭൂതകാലത്തെ സംബന്ധിച്ച കഥകൾ, അത് ആധുനിക കാലവുമായി, ആധുനിക കാല മനുഷ്യരുടെ ചിന്തകളും അവരുടെ അഭിരുചികളും അതിനൊക്കെ ചേർത്ത് വെക്കാൻ കഴിയുന്ന തരത്തിലാണ്. എപ്പോഴും ചരിത്ര നോവൽ അങ്ങനെ തന്നെയാണ്. ഏതോ ഒരു കാലഘട്ടത്തെക്കുറിച്ച് ആയിരിക്കുമ്പോഴും ആധുനിക വായനക്കാരുടെ മുന്നിൽ ഏതെങ്കിലും തരത്തിൽ അവർക്ക് ആ കഥാപാത്രവുമായി, കഥയുമായി ചേർന്ന് പോകാൻ കഴിയണം. എന്നാൽ മാത്രമേ അതിന് വായനാസുഖം ഉണ്ടാവുന്നുള്ളൂ. അത് ചരിത്രം മാത്രമല്ല. ചരിത്രം മാത്രമാവുമ്പോൾ അതൊരു കഥയല്ല, അത് ചരിത്ര ഗ്രന്ഥമായി ആകുന്നുള്ളൂ. അപ്പോൾ അശോകൻ ചെരുവിൽ കാട്ടൂർ കടവ് എന്ന് പറയുന്ന ഒരു ഗ്രാമം, അതിനകത്ത് വിജയകുമാർ അവതാരികയിൽ പറയുന്ന പോലെ സങ്കുചിതമായ ദേശീയതയോ ദേശസ്വത്വവാദമോ ഒന്നുമില്ല. ഒരു ഗ്രാമത്തെ മുന്നിൽ നിർത്തിക്കൊണ്ട് ആ ഗ്രാമത്തിൻ്റെ ഭൂമിശാസ്ത്രവും ചരിത്രവും സംസ്കാരവും ഒക്കെ പശ്ചാത്തലമായി നിർത്തിക്കൊണ്ട് കഥാപാത്രങ്ങളെ നമ്മുടെ മുന്നിലേക്ക് അവതരിപ്പിക്കുകയാണ്. ഇത് തുടങ്ങുന്നത് 2018 പ്രളയവുമായി ബന്ധപ്പെട്ടായിരിക്കുമ്പോഴും അന്ന് ആ ഫേസ്ബുക്ക് പോസ്റ്റ് അതിൻ്റെ അടിയിൽ വന്നും ദിമിത്രി ചില കമൻറ്റുകൾ പറയുന്നുണ്ട്. പക്ഷെ ഏതാണ്ട് പകുതി എത്തുമ്പോഴാണ് ദിമിത്രിയുടെ ബാല്യത്തിലേക്ക് പോകുന്നത്. അതിനും ശേഷമാണ് യഥാർത്ഥത്തിൽ കെയുടെ ബാല്യത്തിലേക്ക് പോകുന്നത്. പിന്നീട് വീണ്ടും നോവൽ മുന്നോട്ട് പോകുമ്പോൾ ഏറ്റവും ഒടുവിലെത്തുമ്പോൾ വീണ്ടും നമ്മൾ 2018 വന്ന് അവസാനിക്കുന്നത് പോലെയാണ്. അങ്ങനെയാണ് ഈ നോവലിൻ്റെ ഒരു ഘടന പോകുന്നത്. സ്വന്തം കഥാപാത്രത്തെ ഒരു നെഗറ്റീവായ ഒരു വ്യക്തിത്വമായി കൂടി മുന്നോട്ട് വെക്കുന്ന ഒരു രീതി. അപ്പോൾ ഇതിൻ്റെ ഒപ്പം കേരളത്തിൻ്റെ രാഷ്ട്രീയ, സാമൂഹ്യ, സാംസ്കാരിക അവസ്ഥയോടുള്ള ഒരു കഥാകാരൻ്റെ ചുറ്റിനും നടക്കുന്ന എല്ലാ തരത്തിലുള്ള സമകാലികമായ സംഭവങ്ങളോടും വളരെ വൈകാരികമായും രാഷ്ട്രീയമായും പ്രതികരിക്കുന്ന ഒരു എഴുത്തുകാരൻ്റെ ഒരു സമർപ്പണം പോലെ നമുക്ക് ഈ പുസ്തകത്തെ കാണാൻ കഴിയും. ഈ നോവൽ അവസാനിക്കുന്നത് എഴുത്തുകാരനായ കെയുടെ ദീർഘമായ ഒരു FB പോസ്റ്റിലൂടെയാണ്. ആ പോസ്റ്റിൻ്റെ അടിയിൽ ദിമിത്രി ഒരു സ്മൈലി മാത്രമേ പോസ്റ്റ് ചെയ്തുള്ളൂ എന്ന് പറഞ്ഞാണ് ഈ പുസ്തകം അവസാനിക്കുന്നത്. വളരെയേറെ പ്രസക്തവും ആസ്വാദ്യകരവും ഏത് വിഭാഗത്തിൽപ്പെട്ടവർക്കും, ചരിത്രം അറിയാവുന്നവർക്കും ചരിത്രം അറിയാത്ത പുതിയ തലമുറയ്ക്കും ഒരേപോലെ
ആസ്വദിക്കാൻ കഴിയുന്ന മനോഹരമായ ഒരു നോവലാണ് കാട്ടൂർ കടവ്.